പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 22 തിങ്കൾ. ഹോശേയയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. നീതിയിൽ വിതപ്പിൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവിൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാതെ വിളവിന് കാത്തിരുന്നാൽ എന്ത് സംഭവിക്കും? വിത്തില്ലെങ്കിൽ വിളവുമില്ല. ഉഴുതിടാത്ത നിലമെങ്കിൽ വിളവ് ഉണ്ടാകില്ലല്ലോ. ആത്മീയ ജീവിതത്തിലും ഇതേ നിയമമാണ് പ്രവർത്തിക്കുന്നത്. ഹോശേയ പ്രവാചകൻ ഈ സത്യത്തെ ശക്തമായ കൃഷി ഭാഷയിൽ നമ്മോട് സംസാരിക്കുന്നു. നീതിയിൽ വിതയ്ക്കുവിൻ, ദയയുടെ ഫലം കൊയ്യുവിൻ, പാഴ്വയൽ ഉഴുവിൻ. ഹോശേയ പ്രവാചകന്റെ കാലം ആത്മീയ അന്ധകാരത്തിന്റെ കാലമായിരുന്നു. ഇസ്രായേലിൽ പുറമെ സമൃദ്ധി ഉണ്ടായിരുന്നുവെങ്കിലും ഉള്ളിൽ ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയിരുന്നു. മതാചാരങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ മാനസാന്തരവും നീതിയും ഇല്ലായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ദൈവം ഹോശേയയെ വിളിച്ചു പറയുന്നത്, യഹോവയെ അന്വേഷിക്കേണ്ട സമയമിതാ. വചനത്തിലൂടെ പ്രവാചകൻ പറയുന്നു, നീതിയിൽ വിതയ്ക്കുവിനെന്ന്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നീതിയിൽ വിതയ്ക്കുക എന്നത് ശരിയായ ജീവിത തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. വചനം പറയുന്നു, സത്യത്തിൽ നിൽക്കുക, നീതിമാർഗം തിരഞ്ഞെടുക്കുക, ദൈവവചനം അനുസരിക്കുക. നാം വിതയ്ക്കുന്ന ഇന്നാണ്, എങ്കിലും കൊയ്യുന്നത് നാളെയാണ്. നീതിയിൽ വിതയ്ക്കുന്നവർക്കൊരിക്കലും ഒന്നും നഷ്ടപ്പെടില്ല. അതിൻ്റെ പ്രതിഫലം നിശ്ചയമായും ലഭിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കുള്ളതായ പ്രതിഫലം ദയയുടെ ഫലം കൊയ്യുക എന്നതാണ്. ഇതാണ് കൃപയുടെ വിളവ് എന്നത് തിരിച്ചറിയണം. ദൈവം ആഗ്രഹിക്കുന്ന വിളവ് വെറും സമൃദ്ധിയല്ല, ദയ, കരുണ, ക്ഷമ, സ്നേഹം ഇവയാണ്. നാം മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോൾ ദൈവം നമ്മോട് ദയ കാണിക്കും. ദൈവത്തിൻ്റെ വയലിൽ വിതയ്ക്കുന്ന ഓരോ ദയാവിത്തും ഒരിക്കലും വെറുതെയാകുന്നില്ല എന്നത് പ്രവർത്തന സജ്ജമാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. വചനത്തിൽ വീണ്ടും പറയുകയാണ്, പാഴ്വയൽ ഉഴുവിൻ. ഇത് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. ഹൃദയത്തിലെ കട്ടിയാർന്ന നിലം പൊളിക്കുക എന്നതാണ്. കട്ടിയാർന്നത് അഹങ്കാരം, പാപത്തിൽ പതിഞ്ഞ ശീലങ്ങൾ, ആത്മീയ അനാവസ്ഥ എന്നിവയൊക്കെയാണല്ലോ. ഇവയെല്ലാം ഉഴുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഉഴുന്നില്ല എങ്കിൽ വിത്ത് വളരുകയില്ല എന്ന സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മോട് ചോദിക്കാം, എൻ്റെ ഹൃദയം ഉഴുതിട്ട വയലാണോ അതോ പാഴ്വയലാണോ? ഉഴുത അനുഭവത്തെ നമുക്ക് പ്രാപിക്കണ്ടേ? വചനത്തിൽ ദൈവശബ്ദം പ്രവാചകൻ നൽകുന്നു, യഹോവയെ അന്വേഷിക്കേണ്ട സമയം ഇതാണ്. ഇതൊരു അടിയന്തര വിളിയാണ്. നാളേക്കുള്ള വിളിയല്ല, ഇന്നേക്കുള്ളതാ. ഇന്ന് എന്ന് പറയുന്നത് അനുസരണമാണ്. നാം ഓരോരുത്തരും അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ഇന്ന് നമ്മോട് ദൈവം ചോദിക്കുന്നു, നീതി വിതയ്ക്കാൻ നാം തയ്യാറാണോ? പാഴ്വയൽ മുഴുവാൻ നാം ധൈര്യമുള്ളവരാണോ? യഹോവയെ അന്വേഷിക്കുവാൻ ഇന്ന് തന്നെ നാം തീരുമാനിക്കുമോ? ഇതാണ് സമയം, ഇതാണ് ദിവസം. നീതിയിൽ വിതയ്ക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നീതി മഴ ലഭിക്കും. അതനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനാൽ ലഭ്യമായ സമയം തക്കത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നീതിയിൽ വിതയ്ക്കുവാനും ദയയുടെ ഫലം കൊയ്യുവാനും ഞങ്ങളുടെ ഹൃദയത്തിലെ പാഴ്വയലുകൾ ഉഴുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് തന്നെ നിന്നെ അന്വേഷിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ നീതി മഴയായി പെയ്യിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.